നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? 3 ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ, എന്താ വീഡിയോ ഇല്ലാത്ത, എന്തെങ്കിലും വയ്യായികളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ അന്വേഷിക്കാനായിട്ട്, കാണാതാകുമ്പോൾ അന്വേഷിക്കാനായിട്ട് കുറച്ച് പേരുണ്ടല്ലോ, ഭഗവാന്റെ ഭക്തര്, ഭഗവാന് പ്രിയപ്പെട്ടവരൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പിടിച്ചു വലിച്ച് വിഷ്ണുവിനെ കൊണ്ടുവന്നിരിക്കുക. കാരണം കുറച്ച് ദിവസങ്ങളായിട്ടേ നല്ല തിരക്കായിരുന്നു. ഒരു ദിവസം ശുക്രനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോയി. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്ക്, അതുപോലെ താലപ്പൊലിയുടെ ഷീട്ടാക്കി കൊടുക്കുന്നത് വിഷ്ണുവാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക്. അപ്പോൾ വിഷ്ണു നല്ല ബിസിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിരിക്കുക. എല്ലാവരും ചോദിച്ചു തുടങ്ങി വിഷ്ണു വീഡിയോ ചെയ്യാൻ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും കൂടെ കാണാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. കാരണം കുറച്ച് പേരൊക്കെ പറഞ്ഞേ, അവർ കഥകൾ, ഞാൻ കുട്ടിക്കഥകൾ പറയാറുണ്ടല്ലോ, അതിലൊരു ചേച്ചി രാത്രി കിടക്കുന്ന സമയത്ത് ഈ കഥകൾ കേട്ടിട്ടാണ് അത്രേ ഉറങ്ങുക. അപ്പോൾ 2-3 ദിവസമായിട്ട് കഥകളൊന്നും കേൾക്കാനില്ല. അപ്പോൾ അവർക്ക് സങ്കടമായി, ഒരു വല്ലാതെ മിസ് ചെയ്യുന്നു, ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത്. കാത്തിരിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, കേൾക്കാനായിട്ട്. അങ്ങനെ നല്ല സന്തോഷമുള്ള ദിവസം കൂടി ഒക്കെ ആയിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ ഭക്തരുടെ അടുത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ. അപ്പം ഇന്ന് നമുക്ക് വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, ഭഗവാന്റെ വളരെ മഹത്വമായിട്ടുള്ള ഒരു മരുന്നുണ്ട്. എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ വയ്യായികളുണ്ടെങ്കിലും ഭഗവാനെ വിശ്വസിച്ച് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറ്റിത്തരും എന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരവും പറയുന്നുണ്ട്. ഇന്നലെ ഒരു കുറുമ്പനായിരുന്നു കേട്ടോ, ഓടി പോകുന്ന ഉണ്ണിയായിട്ടായിരുന്നു. ഒരു കയ്യിൽ ഭസ്മക്കൊട്ടയും പിടിച്ചിട്ട് ഒരു കയ്യിൽ പൊന്നോടക്കുഴലുമായിട്ട് ഓടി വരുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഓടി വരുന്ന കുറുമ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും. അപ്പോൾ നമുക്ക് ആ ഒരു മരുന്നിനെ കുറിച്ച് പറയണമല്ലോ. അതിനു മുൻപ് നമുക്കൊരു കഥ തന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഒരു കഥയിലൂടെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്താം. നമ്മുടെ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാടുണ്ടല്ലോ, അദ്ദേഹം നാരായണീയം രചിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഒരു കുഞ്ഞുണ്ണിയായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, പാവമുണ്ടൊക്കെ എടുത്ത് പുലിനഖമോതിരൊക്കെ അണിഞ്ഞിട്ട് കുഞ്ഞു മയിൽപ്പീലൊക്കെ ശിരസിൽ ചൂടിയിട്ട് അങ്ങനെ പല ആഭരണങ്ങൾ നിറയെ അണിഞ്ഞിട്ട് മേൽപ്പത്തൂരിൻ്റെ മുന്നിൽ വന്നിരിക്കും. നല്ല രസമാണ് കഥകളൊക്കെ കേൾക്കാനേ, നമുക്ക് ഇഷ്ടമാണില്ലേ. അപ്പോൾ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ എന്തുമാത്രം ഇഷ്ടമുണ്ടായിരിക്കും. അങ്ങനെ വന്നിരിക്കും. അങ്ങനെയാണ് ചെയ്യുക. അതേ ഒരു സമയത്ത് തന്നെയാണ് പൂന്താനവും, പൂന്താനവും മേൽപ്പത്തൂരും സമകാലികരാണ് കേട്ടോ. ഒരേ സമയത്താണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ പൂന്താനം ഈ പാന, സന്താന ഗോപാലം പാന എഴുതുന്ന ഒരു സമയമായിരുന്നു ഇദ്ദേഹം മേൽപ്പത്തൂര് രചിക്കുന്ന ഒരു സമയത്ത്. അങ്ങനെ പൂന്താനാണെങ്കിലോ പാനയൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് എഴുതി വരികയാണ്. അപ്പോൾ ഈ അർജുനനും കൃഷ്ണനും കൂടെ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ബ്രാഹ്മണൻ്റെ മരിച്ചു പോയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരാനായിട്ടേ. ആ ഒരു സന്ദർഭം എഴുതിയപ്പോൾ, അതുവരെത്തിയപ്പോൾ അദ്ദേഹം നിർത്തിയിട്ടോ. കാരണം ഇനി അടുത്തതായിട്ട് വർണ്ണിക്കാനായിട്ടുള്ളത് വൈകുണ്ഠത്തെക്കുറിച്ചാണ്. അപ്പോൾ വൈകുണ്ഠത്തെക്കുറിച്ച് വർണ്ണിക്കണമെങ്കിൽ ആദ്യം വൈകുണ്ഠം കാണണമല്ലോ. അപ്പോൾ താനാണെങ്കിൽ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ വർണ്ണിക്കാം? അവിടെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഭഗവാൻ വൈകുണ്ഠത്തിലാണെന്ന് അറിയാം, പിന്നെ അവിടെയുള്ള മറ്റു കാഴ്ചകൾ, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പൂന്താനത്തിന് അറിയില്ല. അങ്ങനെ അദ്ദേഹം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കാണാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ അടച്ചു വെച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു. പിറ്റേ ദിവസം അദ്ദേഹം ഇങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ മുറ്റത്തൊരു വിമാനം വന്നിറങ്ങിട്ടോ. അപ്പം നോക്കുമ്പോൾ വിമാനമാണ്. അതിൽ നിന്ന് 2 പേര് ഭഗവാന്റെ അതേ രൂപത്തിലെ ചതുർഭുജാകാരികളായിട്ടുള്ള 2 വിഷ്ണു പാർഷദന്മാർ ഇറങ്ങി വന്നു. എന്നിട്ട് പൂന്താനത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പൂന്താനം പെട്ടെന്ന് കണ്ടപ്പോഴേ ഭഗവാന്റെ പോലെ തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വൈകുണ്ഠത്തിൽ നിന്ന് വന്നതാണ്. അവിടെ വൈകുണ്ഠ നാരായണൻ ഒരു എഴുത്തൊക്കെ തന്നയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എഴുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പൂന്താനം ചോദിച്ചു എന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ട്. ആ സപ്താഹത്തിലേക്ക് അങ്ങേ ഞങ്ങൾ സ്വീകരിക്കാനായിട്ട്, ക്ഷണിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് പൂന്താനം ചോദിക്കൂലോ. അങ്ങോട്ടേക്കൊക്കെ ക്ഷണിക്കാനായിട്ട് വന്നതെന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഈ വന്നവർ പറയണേ, വിഷ്ണു പാർഷദന്മാർ പറയണേ, അവിടെ കുറേ പേര്, അതായത് വൈകുണ്ഠത്തിൽ കുറേ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ, ഗുരുവായൂരിൽ നിന്നുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഭഗവാന്. നാരായണൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, വൈകുണ്ഠം ഒന്നും ഒരു രസമില്ല എന്ന് പറഞ്ഞിട്ട്. അതെന്തേ വൈകുണ്ഠ രസമില്ല എന്നൊക്കെയല്ലേ പറയണേ, അതെന്തേന്ന് ചോദിച്ചു. അതല്ല, അവർ പൂന്താനത്തിൻ്റെ വായനയൊക്കെ ഇവിടുന്ന് കേട്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ പൂന്താനത്തിൻ്റെ വായന അവിടെ ഇല്ല, അതുകൊണ്ട് അവിടെ ഒരു രസമൊന്നും ഇല്ല. അതുകൊണ്ട് പൂന്താനത്തിനെ അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ഭാഗവത സപ്താഹമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ വായനയ്ക്ക് പൂന്താനത്തിനെ വിളിച്ചുകൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. കാരണം അവിടെ ഉള്ളവരൊക്കെ പൂന്താനത്തിൻ്റെ വായന നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണതേ. അങ്ങനെ പൂന്താനത്തിന് സന്തോഷമായി. എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പോകാം, ഇപ്പം തന്നെയാണെങ്കിൽ ഇപ്പം തന്നെ പോകാം. കാരണം പൂന്താനത്തിനെ എടുക്കാനായിട്ട് ആ ഭാഗവതത്തിന്റെ കെട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അദ്ദേഹത്തിന് കൊണ്ടുപോകണ്ടല്ലോ. എവിടെ പോകുമ്പോഴും ആ ഒരു ഭാഗവതം മാത്രമേ അദ്ദേഹത്തിന് വേണ്ടൂ, ബാക്കിയെല്ലാം ഭഗവാനാണല്ലോ. അങ്ങനെ അദ്ദേഹം ഇവരുടെ കൂടെ പോകുകയാണ് കേട്ടോ, വിമാനത്തിൽ കയറിയിട്ട് പോകുകയാണ്. വൈകുണ്ഠത്തിലൊക്കെ എത്തിയപ്പോൾ എല്ലാവരും, ഭഗവാനും മഹാലക്ഷ്മിയും എല്ലാവരും വന്നിട്ട് നമസ്കരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഭാഗവത സപ്താഹമൊക്കെ നടത്താനായിട്ട് ഒരു സ്റ്റേജൊക്കെ കിട്ടുമല്ലോ നമ്മൾ, അതേപോലത്തെ ഉള്ള ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂന്താനത്തിനെ സപ്താഹം വായനയ്ക്ക് കൊണ്ടുപോയിരുത്തി അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് എല്ലാവരും ഉണ്ട്. ഭഗവാനും എല്ലാം മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, ഏത് ഭാഗമാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ. കാരണം ഓരോരുത്തർക്ക് പ്രിയപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്, കാരണം എല്ലാം വായിക്കണ്ടല്ലോ. കുറച്ച് ഭാഗം വായിച്ചിട്ട് തനിക്ക് വേഗം തിരികെ പോകണം, അങ്ങനെയാണ് പൂന്താനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പൂന്താനത്തിന് ഇഷ്ടമുള്ള ഭാഗം ഏതാണെങ്കിലും വായിച്ചോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള പൂന്താനത്തിൻ്റെ വായന കേട്ടിട്ടുള്ളവർ ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്, കർഹിച്ചിൽ മതി എന്ന് പറയും. കാരണം കർഹിച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ പൂന്താനത്തിൻ്റെ മാസ്റ്റർ പീസ്, അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൂന്താനം കർഹിച്ചിൽ വായിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ മുഴുകിയിരുന്നിട്ടാണ് കേട്ടോ കഥകളൊക്കെ കേൾക്കുന്നത്. അങ്ങനെ വായന അവസാനിച്ചപ്പോൾ ഭഗവാൻ എല്ലാവരും വന്നിട്ട് നമസ്കരിച്ചു, ഇദ്ദേഹത്തിന് ദക്ഷിണയൊക്കെ കൊടുത്തു, വേണ്ട ഉപകാരങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, അല്ല പൂന്താനം വൈകുണ്ഠമൊന്നും കണ്ടിട്ടില്ലല്ലോ, ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ 2 വിഷ്ണു പാർഷദന്മാരെ വിളിച്ചുട്ടോ, നേരത്തെ വന്നവരെന്നെ. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പൂന്താനത്തിനെ ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, അദ്ദേഹം എല്ലാം കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പൂന്താനത്തിന് സന്തോഷമായി, വൈകുണ്ഠം കാണാനാണല്ലോ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം നടന്ന് കാണണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പൂന്താനം നഗർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു ഭാഗമൊക്കെ ഉണ്ട്, അതും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പൂന്താനം നഗറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതെന്താ ഇങ്ങനെയും ചോദിച്ചു കേട്ടോ പൂന്താനം. അപ്പോൾ ഇവർ പറഞ്ഞു, അതെ പൂന്താനം കുറേ കാലം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമല്ലോ, വൈകുണ്ഠത്തിലേക്ക് വരുമല്ലോ, അപ്പോൾ താമസിക്കാൻ പ്രത്യേകം നിർമ്മിച്ച് അത് സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ പൂന്താനം എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൂന്താനത്തിൻ്റെ വായന കേട്ടിട്ടുള്ളവരും വരുമല്ലോ, ഞങ്ങൾക്ക് പൂന്താനത്തിൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കും കൂടെ താമസിക്കാനായിട്ട് ഒരു നഗരം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് പൂന്താനത്തിൻ്റെ അടുത്താണ് പറയണത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സന്തോഷമായിട്ട് എല്ലാം വൈകുണ്ഠത്തിലെ എല്ലാ കാഴ്ചകളും ഇദ്ദേഹം കണ്ടു. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാം, അവിടം വരെ എത്തിയിട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഈ 2 വിഷ്ണു പാർഷദന്മാരെ പൂന്താനത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയെ ഒന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. കാരണം അങ്ങയുള്ളത് കൊണ്ടാണ്, അങ്ങയുടെ ആ വായന ദിവസവും കേട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കാനായിട്ടുള്ള ഒരു യോഗ്യത, അതിനുള്ള ഒരു ഭാഗ്യം, അനുഗ്രഹം ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ ഒന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൂന്താനം ചോദിച്ചു, അല്ല ദിവസവും കേൾക്കാനായിട്ട് അതെങ്ങനെയാണ് സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ഇല്ലത്ത് നിൽപ്പുണ്ടായിരുന്ന 2 പ്ലാവുകളാണ് എന്ന് പറഞ്ഞു ഈ 2 വിഷ്ണു പാർഷദന്മാർ. എന്നിട്ട് അവർ വേഗം നമസ്കരിച്ചു. പൂന്താനത്തിനെ വേഗം തന്നെ കൊണ്ടുവന്നാക്കി അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിലേക്ക് വിമാനം പറന്നിറങ്ങിയിട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നിട്ട് അവർ തിരിച്ചുപോയി. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ കൊണ്ടുവന്നാക്കിയ സമയത്താണ് അപ്പോൾ തിരുമാന്താംകുന്നിൽ പുലർച്ചെ കതിന വഴിപാടുണ്ട്. ആ ഒരു ശബ്ദം കേട്ടിട്ട്, ആ ഒരു നല്ല ശബ്ദമാണല്ലോ, അത് കേട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് താൻ ഇത്ര നേരം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം വേഗം എന്ത് ചെയ്തു, സ്വപ്നത്തിൽ വൈകുണ്ഠം കണ്ടുല്ലോ, അപ്പം കണ്ടതെല്ലാം വേഗം പകർത്തി എഴുതാൻ തുടങ്ങിയിട്ട്, ഇനിയിപ്പോൾ മറക്കാൻ പാടില്ല, അപ്പോഴേക്കും പകർത്തി എഴുതാൻ വേണ്ടിയിട്ട് ആ കണ്ട കാഴ്ചകളെല്ലാം അദ്ദേഹം എഴുതി. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരം, ഇത് സമയം പോയതൊന്നും അറിയുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന് ആദ്യമാര് വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്ന് കൂളിംഗ് ജബ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇത്രയും നേരം ആയില്ലേ എന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഒരു വിധമൊക്കെ അവസാനം വരെയൊക്കെ അദ്ദേഹം എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എഴുതുന്നത് നിർത്തിയിട്ട് അദ്ദേഹം കുളിക്കാനായിട്ട് വടക്കിനിയിലേക്ക് അവിടേക്കിൻ്റെ ഇറങ്ങി വരുമ്പോൾ കടക്കാൻ പറ്റുന്നില്ല. കാരണം 2 പ്ലാവുകൾ അവിടെ വീണ് കൊടുക്കണു.
അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ആ വിഷ്ണുപാർഷദന്മാർ പറഞ്ഞു, വടക്കിനിയിൽ നിൽക്കേണ്ടായ 2 പ്ലാവുകളായിരുന്നു ഞങ്ങള്, അങ്ങയുടെ ആ വായന കേട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് മോക്ഷം ലഭിച്ചത്, ഇവിടേക്ക് എത്തിയെന്ന് അദ്ദേഹത്തിന് ആ പറഞ്ഞത് ഓർമ്മ വന്നു. അപ്പോഴാണ് പൂന്താനത്തിന് ശരിക്കും മനസ്സിലായത് താൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല എന്ന്. കാരണം പ്ലാവുകൾ ആ പറഞ്ഞതുപോലെ അവിടെ വീണെടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ നമസ്കരിച്ചു ഭഗവാനെ. അങ്ങനെയാണ് പറയണത്, തനിക്ക് ഭഗവാൻ കാണിച്ചു തന്നതാണ് വൈകുണ്ഠം എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവിടെ നമസ്കരിച്ച് അദ്ദേഹം വേഗം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗുരുവായൂർക്ക് ഓടി വന്നു. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടോ. ഇനിയിപ്പോൾ പ്രഭാഷണം ഉണ്ടാവും അറിയാം. അപ്പൊ ഏത് സമയത്താന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കും. അങ്ങനെ പൂന്താനം പറയും, സാധാരണ സമയത്ത്, അതായത് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ടാണ് ആ കിഴക്കേ ആനക്കൊട്ടിൽ ഇരുന്നിട്ട് ഇദ്ദേഹം പ്രഭാഷണം പറയാ. വടക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും കേൾക്കാനായിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഗംഭീരമായിട്ട് കഥ പറച്ചിലൊക്കെയാണ്. അപ്പൊ അന്നത്തെ ദിവസം പറഞ്ഞത് ഈ ഭഗവാൻ കാണിച്ചു കൊടുത്ത ഈ കാഴ്ചകളാണ്, വൈകുണ്ഠത്തെയാണ് പറഞ്ഞത്. അദ്ദേഹം പാന എഴുതി അവസാനിപ്പിച്ചു എന്നും ആ കാഴ്ചകളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയെന്നും എല്ലാം അതായത് അവിടെ ചെന്നിട്ട് എല്ലാം കണ്ട കാര്യങ്ങൾ ഇനി വിസ്തരിച്ചിരുന്ന് പറയാം. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് അകത്തൊരാൾ ഇരിക്കേണ്ട കേട്ടോ, മേൽപ്പത്തൂര് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം ആണെങ്കിൽ എഴുതാനായിട്ട് പോകുന്നത് വേണു ഊതുന്ന, അതായത് വേണുഗാനാണ് എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ അടുത്ത ദശകത്തിലെ. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ഓ തനിക്കൊന്ന് കാണിച്ചു തന്നൂടെ ഭഗവാനെ ഈ ഒരു ചിത്രം, അപ്പൊ തനിക്കും എഴുതാലോ എന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിലും തോന്നി. കാരണം പൂന്താനത്തിന് കാണിച്ചു കൊടുത്തു, അത് പൂന്താനം ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ തനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന് ഇദ്ദേഹം വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇദ്ദേഹം വേണുഗാനമൊക്കെ എഴുതി. വേണുഗാനം എഴുതുന്ന സമയത്ത് വേണുഗാനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് മാത്രമേ എഴുതിയുള്ളൂ. വേണു ഊതുന്ന ഭഗവാന്റെ രൂപമൊന്നും വർണ്ണിച്ചിട്ടില്ല കേട്ടോ. അത് ഭഗവാനും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ശ്രീ ശുകമഹർഷി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇബ്രഹാബീഡം നടവര ബബു കർണയോ കർണികാരം വിഭൃദ്വാസ കനകഭിഷം വൈ ജയന്തി ജമാലം ചന്ദ്രാൻ വേണുരദ്രസയ പൂരയൻ ഗോപവൃന്ദേ വൃന്ദാരണ്യം സുഭദ്രമണം പ്രാവിശിൽ ഗീത കീർത്തി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ആ ഒരു രൂപം, കണിക്കൊന്നയൊക്കെ വെച്ചിട്ട് മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ട് നല്ല ഭംഗിയിൽ ആ രൂപത്തെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഭഗവാനാണെങ്കിലോ മേൽപ്പത്തൂർ എഴുതുന്ന സമയത്ത് ഭഗവാന്റെ ഈ ഭംഗിയാർന്നുള്ള രൂപമൊക്കെ ഇപ്പൊ അവതരിപ്പിക്കും, ഇപ്പൊ വർണ്ണിക്കുന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് മേൽപ്പത്തൂർ അത് ചെയ്തില്ല. അപ്പൊ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, അല്ല ആ ഭാഗം എന്നെ പറ്റി ഒന്നും എഴുതിയില്ലല്ലോ, ഒന്ന് ഇടയിൽ കൂടെ ഒന്നും എഴുതാറുന്നില്ലേ? കാരണം നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പൊ ഇടയിൽ എഴുതിയിട്ട് ഒരു എരോ മാർക്ക് ഇട്ട് വെക്കും, ഇതിന്റെ ഇടയിൽ ഇത് കയറ്റാം, ഒരു ശ്ലോകം അധികം വന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാ ഭഗവാൻ ഉദ്ദേശിക്കുന്നതേ. ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു വർണ്ണന കേൾക്കാനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് മേൽപ്പത്തൂർ പറയണത് ഏത് പറ്റില്ല, കാരണം താനത് കണ്ടിട്ടില്ല. കാരണം പൂന്താനത്തിന് കാണിച്ചു കൊടുത്തത് എനിക്ക് കാണിച്ചെന്നില്ലോ, കണ്ടിട്ടേ താൻ എഴുതുള്ളൂ എന്ന് വലിയ ഗൗരവത്തിലാണ് മേൽപ്പത്തൂർ പറയണത്. അതായത് കണ്ടിട്ടേ എഴുതുള്ളൂ. ഭഗവാനും വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരുന്ന സമയത്ത് എഴുതിയാൽ മതിയെന്ന് ഭഗവാനും വിചാരിച്ചു. ഒന്നും മിണ്ടിയില്ല. ഭഗവാനും അങ്ങനെ ഇരുന്നു കേട്ടോ. കാരണം ഈ പാവമുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചമരം പണിഞ്ഞിട്ട് ഇങ്ങനെ മുന്നിൽ വന്നിരുന്നിട്ട് കഥ കേൾക്കില്ലേ, അപ്പൊ ഇന്ന് കാണിച്ചു തന്നാലെന്താ എന്നാണ് വിചാരിക്കണതേ. അങ്ങനെ ഇദ്ദേഹം എഴുതില്ല എന്ന് വിചാരിച്ചിട്ട് മേൽപ്പത്തൂർ ഇരുന്നു. അങ്ങനെ എഴുതിയിട്ട് ഒരു ഏകാദശി ദിവസമായിട്ടോ. അപ്പൊ 99 ദിവസം, ഒരു വൃശ്ചികമാസം 28-ാം തീയതിയാണ് 99 ദശകങ്ങളും എഴുതി അവസാനിപ്പിച്ചു. അപ്പൊ എഴുതാനുള്ളതെല്ലാം അദ്ദേഹം എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ അടുത്തൊരു ദശകത്തിൽ 100 തേക്കാനായിട്ട് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ഏകാദശി ദിവസം തൊഴുതിട്ട് പോകുക, അങ്ങനെ സമർപ്പിച്ചിട്ട് പോകുക എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പൊ ഇനിയിപ്പോ എന്താ എഴുതുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ വേണു ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് മേൽപ്പത്തൂരിന് മുന്നിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതാണ് ഭഗവാൻ അതേ രൂപത്തിലാണ് വന്ന് കാണിച്ചു കൊടുത്തത്, ആ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന അവസാനത്തെ ആ ഒരു ദശകം. ഭഗവാനെ കണ്ടുകൊണ്ട്, വേണു ഊതുന്ന ഭഗവാനാണ് കേട്ടോ, ഭഗവാനെ കണ്ടുകൊണ്ട് വർണ്ണിച്ച് ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് അവിടെ ഉള്ളത്. ഭഗവാനും വിചാരിച്ചു നന്നായി കണ്ടോട്ടെ, നന്നായി എഴുതിക്കോട്ടെ. ആ മഞ്ചീരം, അതായത് ആ ഭാഗങ്ങളൊന്നും 2ാമത്തെ ദശകത്തിൽ എഴുതിയിട്ടില്ല, കാരണം അതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം നന്നായി കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് കാണിച്ചു കൊടുക്കണേ ഭഗവാൻ. ആ കാലത്തലേക്കൊന്ന് കിലുക്കി കാണിച്ചു കൊടുത്തു ഇത്രേ. കാരണം ഇനി കാണാത്തതായിട്ട് ഒന്നും വേണ്ട. അപ്പൊ ഈ വേണുനാഥത്തിന്റെ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. ആ ശബ്ദം പോലും കേൾപ്പിച്ചു കൊടുത്തു. അത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നാണ് വെട്ടേരിപ്പാട് പറയണത്. അങ്ങനെ കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് എഴുതുന്നത്. ഇനിയിപ്പോ ഒരു ഭാഗങ്ങളും കാണാതായിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാദമൂലങ്ങൾ കൂടെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. കാരണം 2 കാലുകൾ ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണല്ലോ എഴുതുന്നത്, നിൽക്കുന്നത്, വേണു ഊതുന്നത്. അപ്പൊ ആ പിണച്ചു വെക്കുമ്പോൾ കാലടികൾ, കാലിന്റെ അടി നമുക്ക് കാണാൻ പറ്റും. മേൽപ്പത്തൂരിന് കാണാലോ അങ്ങനെ കാൽപാദങ്ങൾ പിണച്ചു വെക്കുമ്പോൾ, അതുപോലും ഭഗവാൻ കാണിച്ചു കൊടുത്തു. അത് കാണാനായിട്ടുള്ള ഭാഗ്യം വളരെ കുറച്ച് പേർക്കേ ഉണ്ടായിട്ടുള്ളൂ. ഗോപസ്ത്രീകൾക്ക്, യശോദാമ്മയ്ക്ക്, അമ്മമാർക്ക്, അതുപോലെ നന്ദഗോപുരക്ക്. കാരണം വൃന്ദാവന നിവാസികൾക്കാണ്. ഭഗവാൻ ഇങ്ങനെ മുട്ടുകുത്തി ഇഴയുന്ന സമയത്ത് പിന്നാലെ ഓടിപ്പോകുന്നവർക്കല്ലേ ഈ കാലിന്റെ അടി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. പിന്നെ ആർക്കും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു ഭാഗ്യമാണ് മേൽപ്പത്തൂരിന് ലഭിച്ചത്.
ആ പാദമൂലങ്ങൾ കൂടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതാണ് യോഗീന്ദ്രാണാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഭഗവാന്റെ പാദങ്ങളെ ഭജിക്കൂ, ഏറ്റവും മാധുര്യമേറിയിട്ടുള്ള ആ ഒരു ഭാഗം ഭഗവാന്റെ ആ പാദങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വിവരിക്കുന്ന വിസ്തരിച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുകയാണ് മേൽപ്പത്തൂര്. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തെടുത്ത് പറഞ്ഞിട്ട് ആ അവസാനത്തെ ദശകം എഴുതി അങ്ങോട്ട് സമർപ്പിച്ചു ഗുരുവായൂരപ്പന്. ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണല്ലോ, ഇതിപ്പോൾ ഇങ്ങോട്ട് എഴുതി കയ്യിൽ കിട്ടൂലോ, തന്നെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം നല്ല സന്തോഷത്തിൽ കിട്ടുമ്പോൾ അതങ്ങോട്ട് അവസാനം തട്ടിപ്പറിച്ച് വാങ്ങിച്ച് തിരിച്ചും മറിച്ചൊക്കെ നോക്കാനായിട്ട് തുടങ്ങി സന്തോഷം കൊണ്ടേ. അല്ല ഇനിയിപ്പോൾ ഇതിന് എന്താ പേരിടുക എന്ന് ചോദിച്ചു. അപ്പം എന്താ ഇടാന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു നാരായണീയം എന്നാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഇതെൻ്റെയാണ്, നാരായണൻ്റെയാണ്, അപ്പോൾ നാരായണീയം അങ്ങനെയാണ്. പിന്നെ ഇത് എഴുതിയത് നാരായണ ഭട്ടതിരിപ്പാടാണല്ലോ, അപ്പോൾ നാരായണീയം, അതായത് നാരായണൻ എഴുതിയത് കൊണ്ട് നാരായണീയം, അങ്ങനെ 1-2 അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 തരത്തിലും നാരായണീയം ആണ് എന്ന് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണ് നാരായണീയം എന്നുള്ള ഒരു പേര് ലഭിച്ചത്. അങ്ങനെ ഈ നാരായണീയം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറയണത്. അതിൻ്റെ അവസാന വരി പറഞ്ഞത് ഭഗവാനാണെന്നാ. കാരണം ബാക്കിയെല്ലാം മേൽപ്പത്തൂര് പറഞ്ഞു ആയുരാരോഗ്യ സൗഖ്യം അത് അനുഗ്രഹിച്ച് നൽകിയത് ഭഗവാനാണ്. ആ വരി പറഞ്ഞത് ഭഗവാനാണ്. ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലുമ്പോഴേ ആ മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി ഭഗവാൻ പറയും. അപ്പോൾ പകുതി മേൽപ്പത്തൂരും പകുതി ഭഗവാനും ഗുരുവായൂരപ്പനും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള ആ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. കാരണം ഭഗവാൻ ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് എന്താ പറയേണ്ടതെന്നില്ല, സന്തോഷം കൊണ്ടേ അങ്ങനെ രാധാറാണിയാണ് വന്നിട്ട് പറഞ്ഞിട്ട് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ശരിയാണ് ആയുരാരോഗ്യ സൗഖ്യം. പിന്നെ കുറച്ച് സമയത്ത് എല്ലാവരും കൂടെ ആയുരാരോഗ്യ സൗഖ്യം എന്ന് മാത്രം, ആ ഒരു കുറച്ച് സമയം ആയുരാരോഗ്യ സൗഖ്യം എന്ന് മാത്രം അത്ര അവിടെ കേട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ ഒരു നാരായണീയം എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിച്ചത്. എന്നിട്ട് പട്ടേരിപ്പാട് അങ്ങട നടന്നു. അദ്ദേഹത്തിന്റെ ആ വാതരോഗമൊക്കെ മാറി ഉഷാറായിട്ട് എണീച്ച് നടക്കുക. അപ്പോൾ ഏകാദശിയൊക്കെ അല്ലേ, നല്ല തിരക്കാ, ശിവലിയൊക്കെ കൊട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ പുറത്തേക്ക് ആ തിരക്കിൻ്റെ ഇടയിലൂടെ അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ ഭഗവാൻ മാറ്റിക്കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അച്യുത പിഷാരടി അദ്ദേഹം ഉണ്ടായിരുന്നു അത്ര അവിടെ. അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറിയിട്ട് അദ്ദേഹം തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ശിഷ്യനെ കണ്ടപ്പോൾ ഗുരുവിനും നല്ല സന്തോഷമായി. തന്റെ ശിഷ്യൻ ഇത്രയും കേമനായുല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. കാരണം ശിഷ്യന്മാരെ കേമന്മാരാകുമ്പോഴാണ് ഗുരുനാഥന്മാരെ കേമന്മാരാകുക. അങ്ങനെയാണല്ലോ, അത്രയും വത്സലയാണ് ഗുരുക്കൾക്ക്, അതായത് ഗുരുനാഥന്മാർക്ക് തൻ്റെ ശിഷ്യരുടെ അടുത്തുണ്ടായിരിക്കുക. അപ്പോൾ ശിഷ്യന്മാർ വലുതാകുമ്പോൾ ക്രമേണ ഗുരുനാഥന്മാരും കേമന്മാരാകുകയാണ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമായി, ഗുരുവായൂരപ്പനും നല്ല സന്തോഷമായി. അങ്ങനെ കുറച്ചു നേരത്തിന് ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യം എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. കാരണം അത്രയും നമുക്ക് എല്ലാവിധ അതായത് ആരോഗ്യവും എല്ലാം ഈ ഒരു നാരായണീയം വായിക്കുന്നതിലൂടെ ലഭിക്കും എന്നാണ് ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും അതിനെല്ലാം ശമിപ്പിക്കാനായിട്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ നാരായണീയം നന്നായി മനസ്സിരുത്തി വായിക്കാം. വേറെ ഒരു മരുന്നും ഫലം ചെയ്യാത്തിടത്ത് ഈ ഒരു നാരായണീയം നമ്മളെ സഹായിക്കും എന്നാണ് ഗുരുവായൂരപ്പൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ആരോഗ്യ സൗഖ്യം അത് എഴുതിയത് കലിസംഖ്യയാണെന്നും അതുപോലെ തന്നെ ഈ അക്ഷരങ്ങളെയൊക്കെ സംഖ്യകളാക്കാൻ കടപയാതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ അക്ഷരങ്ങളൊക്കെ സംഖ്യയാക്കിയപ്പോൾ ഈ വൃശ്ചികം 28 എന്ന് കിട്ടിയതും അന്നാണ് അത് സമർപ്പിച്ചത്. ഏത് വർഷമാണ് സമർപ്പിച്ചതെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ദിവസം ഈ വൃശ്ചികം 28-നാണ് സമർപ്പിച്ചതെന്ന് മനസ്സിലായെന്നൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മേൽപ്പത്തൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പിന്നെയും പ്രബന്ധങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നാരായണീയം എഴുതിയപ്പോഴാണ് അദ്ദേഹം അത്രയും പ്രസിദ്ധനായിട്ട് തീർന്നത്. അങ്ങനെ അദ്ദേഹം ഉഷാറായി, അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ മാറി 85-90 വയസ്സ് വരെയൊക്കെ ആരോഗ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് യാതൊരുവിധ അസുഖങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒരുപാട് പ്രായം ചെന്നിട്ട് അത്രയും കാലം അദ്ദേഹത്തിന് ഒരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ മൂക്കോല ഭഗവതി അവിടെയാണ് അദ്ദേഹത്തിന്റെ സമാധിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ എഴുതിയതിന് ശേഷം വളരെ ചെറുപ്പത്തിലാണ് കേട്ടോ നാരായണീയൊക്കെ എഴുതിയിരിക്കണേ. ശേഷം ഭഗവതിയെ കുറിച്ചും അദ്ദേഹം ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നാരായണീയം എഴുതുന്ന സമയത്ത് പൂന്താനത്തിന്റെ സമകാലികനാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പൂന്താനത്തിന് ഇദ്ദേഹത്തിന് അറിയാം, എല്ലാവരും അറിയൊന്നുമില്ല, പക്ഷെ പൂന്താനത്തിന് അറിയാം. അപ്പോൾ പൂന്താനം ഈ കഥകളൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് നാരായണീയമാണ് എഴുതേണ്ടതെന്ന് അദ്ദേഹമൊക്കെ തീരുമാനിച്ചത്. പിന്നെ പൂന്താനം ഇങ്ങനെ പ്രദക്ഷിണം വെക്കണതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കൂത്രേ, ഇങ്ങനെയൊന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഗുരുവായൂരപ്പൻ അതെല്ലാം സാധിച്ചു കൊടുത്തു. ഈ ഒരു നാരായണീയത്തിലൂടെ അദ്ദേഹത്തിന്റെ എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ നാരായണീയം നമ്മളും വായിക്കുകയാണെങ്കിൽ, മനസ്സിരുത്തി ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ച് വായിക്കുകയാണെങ്കിൽ നമ്മുടെയും എല്ലാ അസുഖങ്ങളും ഗുരുവായൂരപ്പൻ മാറ്റിത്തരും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാൻസറിനെ പോലും അതിജീവിച്ചവരാണ്
അനുഭവങ്ങളിൽ പറയാനായിട്ട് ആദ്യം തന്നെ ഉള്ളത്. അത്രയേറെ ഫലപ്രദമായിട്ടുള്ള ഭഗവാന്റെ മരുന്നാണ്. ഭഗവാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകിയ മഹത്തായിട്ടുള്ള നാരായണീയം. ആ നാരായണീയം എഴുതി സമർപ്പിച്ച ഒരു ദിവസമാണ് നാളെ, വൃശ്ചിക മാസം 28-ാം തീയതി, ഡിസംബർ 14-ാം തീയതി, ഞായറാഴ്ച. അപ്പോൾ നാളത്തെ ദിവസം ഗുരുവായൂരിലും വളരെ കാര്യമായിട്ട് തന്നെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആധ്യാത്മിക ഹാളിലെ സമ്പൂർണ്ണ നാരായണീയ പാരായണമുണ്ട്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലുണ്ട്, പിന്നെ സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, സെമിനാർ, ഇതൊക്കെ ദേവസ്വം നാളത്തെ ഒരു ദിവസം സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കാര്യമായിട്ട് നാരായണീയ ദിനമൊക്കെ ഗുരുവായൂർ ആചരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു ദിവസം നാരായണീയം ഇതുവരെ വായിച്ചു തുടങ്ങാത്തവർക്ക് നാളത്തെ ഒരു ദിവസം ആദ്യം തന്നെ തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ വായിച്ചവർക്കൊക്കെ ഏതെങ്കിലും ഒരു ദശകം നാളെ വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നമുക്ക് എല്ലാവർക്കും നൽകിയ ആ ഒരു നാരായണീയത്തിൻ്റെ ദിവസമാണ്. അപ്പം അന്നത്തെ ദിവസം കുറച്ചെങ്കിലും അതൊന്ന് ഒരു ദശകമെങ്കിലും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണല്ലോ. അപ്പോൾ സാധിക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ നാരായണീയ ദിനമാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ നാരായണീയ ദിനത്തിനെക്കുറിച്ച്, നാരായണീയത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.